വാർത്തയിലേക്ക് കടക്കുകയാണ്. എറണാകുളത്ത് മദ്യലഹരിയിൽ ഓടിച്ച കാർ ബൈക്കിലിടിച്ച് അച്ഛനും മകനും മരിച്ചു. ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ, മകൻ ഡെന്നിസൺ എന്നിവരാണ് മരിച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ച കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ഈ കുവൈറ്റിലുണ്ടായ വലിയ ദുരന്തം, അതിൽ മരിച്ച മലയാളികളുടെ വാർത്ത, അതിലൊക്കെ കേട്ട് ഞെട്ടലിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് ഇത്തരത്തിലൊരു ദാരുണമായ വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയത്. അച്ഛനും മകനുമാണ് മരിച്ചത്. എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഈ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. മദ്യപിച്ച് വാഹനം ഓടിക്കുക, രാത്രികാലങ്ങളിൽ അപകടമുണ്ടാകുന്ന ആ രീതിയിലേക്ക് പലപ്പോഴും കൊച്ചിയുടെ നിരത്തുകൾ മാറുന്നുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ തന്നെ ഒരു അപകടമുണ്ടായി. ഇന്ന് നടന്നിരിക്കുന്നത്, അതായത് ഇന്ന് പാതിരാത്രിയാണ് നടന്നിരുന്നത്. ഇന്ന് പുലർച്ചയിലേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പൊന്നുരുന്തി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നത്. ഒരു സ്കോർപിയോ കാർ അത് വന്ന് ഈ രണ്ടുപേരും, അച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അതിൻ്റെ പിറകിൽ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡെന്നിയും അതോടൊപ്പം തന്നെ മകൻ ഡെന്നിസൺ ഡെന്നിയും വണ്ടിയിൽ നിന്ന് തെറിച്ച് അവർ റോഡിലേക്ക് വീണു. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അതിൻ്റെ ഭിത്തികളിൽ അവർ തലയിടിച്ച് റോഡിൽ വീഴുകയായിരുന്നു. അവർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ, ഈ സ്കോർപിയോ ഓടിച്ചിരുന്ന ആൾ, അയാൾ മദ്യപിച്ചിരുന്നതായി മറ്റും കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ ദുഃഖമുളവാക്കുന്നതാണ്. കാരണം 11 വയസ്സാണ് ആ കുട്ടിക്ക് പ്രായം. ഇവിടെ പൊന്നുരുന്തി സെൻറ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അവൻ. ഇന്ന് മറ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദുരന്തം വലിയ രീതിയിൽ ആഘാതമേൽപ്പിക്കുന്നുണ്ട് നഗരവാസികളിൽ. ഈ പലപ്പോഴും നിരത്തുകൾ ഈ രീതിയിലേക്ക് മാറുന്നു. കൃത്യമായൊരു നടപടിയെടുക്കാതെയും മറ്റും പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൃത്യമായൊരു പരിശോധനകൾ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വരാപ്പുഴ മേൽപ്പാലത്തിന് മുകളിൽ വെച്ചായിരുന്നു അപകടമുണ്ടായിരുന്നത്. സ്കൂട്ടർ യാത്രികനായിരുന്ന നവാസ് ഖാദറാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. ഇവിടെയും പരിശോധനകൾ പിന്നീട് പരിശോധിക്കുമ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന അതിനകത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ മദ്യത്തിനും അടിപ്പെട്ടവരായിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഈ വാഹനം പിന്നീട് മറ്റ് പല വാഹനങ്ങളിൽ ഇടിക്കുകയും പിന്നീട് വരാപ്പുഴ പാലത്തിൻ്റെ വശങ്ങളിലേക്ക് അത് മറിയുകയുമായിരുന്നു. ഈ രണ്ടുപേർ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസുകളെല്ലാം തന്നെ കൂടി വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ പലപ്പോഴും അവരാണ് ഈ അക്രമത്തിന് ഇരയാകുന്നത്. പലപ്പോഴും ജീവഹാനി സംഭവിക്കുന്നതെല്ലാം തന്നെ ഇവർക്കാണ്. ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നത് ഇവർക്കാണ്. ഇങ്ങനെ കൃത്യമായ ഒരു പരിശോധനകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം മദ്യപിച്ച് വാഹനമോടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടുന്നത്. അത് പലതും ഈ പുലർക്കാലത്തേക്കാകുമ്പോഴാണ് കൂടുതലും സംഭവിക്കുന്നത്. വരാപ്പുഴയിൽ സംഭവിച്ചത് നിശാപാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ് എന്നതടക്കം പറയുന്നുണ്ട്. ഇവിടെയും മദ്യപിച്ച ലഹരിയിലായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നത് ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ കൊച്ചിയിൽ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ പരിശോധനകൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കണമെന്നുള്ള ആവശ്യം ഉയരുമ്പോഴും അത്തരത്തിലുള്ള പരിഷ്കരണങ്ങളും നടപടികൾ ശക്തമാക്കിയൊക്കെ അധികൃതർ മുന്നോട്ട് പോകുന്നതിനിടയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. അതോടൊപ്പം തന്നെ പ്രതിഷേധമുയരേണ്ട വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് ഒരു അച്ഛനും മകനും മരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. എന്തായാലും ഇത്തരത്തിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കർക്കശമായ നടപടികളിലേക്കും പരിശോധനകളിലേക്കുമൊക്കെ അധികൃതർ കടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.